ചെക്കുകൾ മടങ്ങുന്ന സംഭവങ്ങൾ കുറയ്ക്കുന്നതിനായി പുതിയ സംവിധാനവുമായി സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ. ചെക്ക് നൽകിയ വ്യക്തിയുടെ അക്കൗണ്ടിൽ മതിയായ തുകയില്ലെങ്കിൽ ലഭ്യമായ തുക സ്വീകരിക്കാൻ അനുവദിക്കുന്ന സംവിധാനമാണ് നിലവിൽ വന്നത്. ബാങ്ക് ഇടപാടുകൾ സുഗമമാക്കുന്നതിനും ചെക്കുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ ഒഴിവാക്കാനും ഇത് സഹായിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഇതിന് പ്രധാനമായിട്ട് 3 ഉദ്ദേശ ലക്ഷ്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, ബാങ്കിങ് സിസ്റ്റത്തിൽ ഒരു ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ കൊണ്ടുവരിക എന്നുള്ളത്. രണ്ടാമത്തെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് വ്യക്തികൾക്കും അതുപോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങൾക്കും അല്ലെങ്കിൽ ബിസിനസ് ഉടമകൾക്കും പ്രോപ്പറായിട്ടൊരു ക്യാഷ് ഫ്ലോ മാനേജ് ചെയ്യാൻ സഹായിക്കുക എന്നുള്ളതാണ്. മൂന്നാമതായിട്ടുള്ള ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ചെക്ക് മടങ്ങുന്നത് സംബന്ധിച്ച് ധാരാളം ലിറ്റിഗേഷൻസ് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ ലിറ്റിഗേഷൻസിൽ കുറവ് വരുത്തുക എന്നുള്ളതാണ്. ഈ സിസ്റ്റം പ്രകാരം നമ്മളൊരു ചെക്ക് പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഈ ചെക്ക് മടങ്ങത്തില്ല. അക്കൗണ്ട് ഹോൾഡറുടെ അക്കൗണ്ടിൽ എത്ര രൂപയുണ്ടോ അത്രയും രൂപ എടുത്തിട്ട് ബാക്കിക്ക് രണ്ടാമത് ഈ ചെക്ക് പ്രസൻറ്റ് ചെയ്യുന്നൊരു സംവിധാനമാണ്. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ 10,000 രൂപയുടെ ഒരു ചെക്ക് പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ അക്കൗണ്ട് ഹോൾഡറുടെ അക്കൗണ്ടിൽ 9,500 രൂപയുള്ളെങ്കിൽ 500 രൂപയ്ക്ക് വേണ്ടി ഈ ചെക്ക് മടങ്ങിപ്പോകും. എന്നാൽ ഒമാനിൽ ഈ പുതിയ വ്യവസ്ഥ അനുസരിച്ച് 10,000 റിയാലിൻ്റെ ഒരു ചെക്ക് പ്രസൻറ്റ് ചെയ്യുകയും അക്കൗണ്ട് ഹോൾഡർ അക്കൗണ്ടിൽ 9,500 റിയാലേ ഉള്ളെങ്കിൽ ഈ 9,500 റിയാലിന് ഈ ചെക്ക് പാസ്സാകും. വീണ്ടും ഈ അക്കൗണ്ട് ഹോൾഡർക്ക് ഈ 500 റിയാലിന് വേണ്ടി ഈ ചെക്ക് പ്രസൻറ്റ് ചെയ്യാം. ഈ ചെക്ക് എല്ലാ തരത്തിലുള്ള ചെക്കുകൾക്ക് ബാധകമാണ്. ക്രോസ്ഡ് ചെക്കാണെങ്കിലും അക്കൗണ്ട് പേ ചെക്കാണെങ്കിലും ബിയറർ ചെക്കാണെങ്കിലും അതുപോലെ തന്നെ ബാങ്കിൻ്റെ കൗണ്ടറിൽ പ്രസൻറ്റ് ചെയ്യുന്ന ചെക്കുകൾക്കും എല്ലാത്തിനും ഈ ഒരു നിർദ്ദേശം ബാധകമാണ്. പിന്നെ മാത്രമല്ല, ഇത് ഒരു ചെക്ക് ഹോൾഡറെ സംബന്ധിച്ചോളം ഇത് മാൻഡേറ്ററി ആണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ ആദ്യം പൈസ കിട്ടുന്നതുകൊണ്ട് രണ്ടാമത് പ്രസൻറ്റ് ചെയ്യുന്നതുകൊണ്ട് ഈ രണ്ടാമത്തെ പൈസയ്ക്ക് വേണ്ടി നിയമ നടപടികൾ സ്വീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള അവകാശവും ഇതിൽ ഉണ്ട്. ഈ ധാരാളം ചെക്ക് മടങ്ങുന്നത് സംബന്ധിച്ച് ധാരാളം കേസുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഒരു അറുതി വരുത്തുവാൻ ഈ ഒരു പുതിയ സംവിധാനം സഹായമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി മുന്നോട്ടുള്ള പോക്കിൽ ചെക്ക് ബൗൺസിങ് സംബന്ധമായിട്ടുള്ള കേസുകൾ വളരെയധികം കുറവുണ്ടാവും.